അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. അല്ല ഒരു കണ്ടില്ലല്ലോ മക്കളെ. അതെ പൂജ അച്ഛനമ്മേരെപ്പോന്നു ഇപ്പൊ വന്നേള്ളൂ മോനെ. ഇരുന്നിട്ടാവാ സംസാരം. ഗോമതി കുടിക്കാൻ എന്തെങ്കിലും വേണ്ട വേണ്ട, കുടിക്കാനും ഇരിക്കാനും ഒന്നുമല്ല ഞങ്ങൾ വന്നേ. ഒരു വിശേഷം പറയും. എന്താ കളക്ടറെ, എന്താ വിശേഷം? എന്റെ ഭാര്യയ്ക്കൊരാഗ്രഹം, മോളെ പ്രസവത്തിന് വിളിച്ചോണ്ട് പോടുന്നു. അതൊക്കെ നാട്ടാചാരങ്ങളും നല്ല കാര്യമൊക്കെ അല്ലേ. അതിന് പ്രസവത്തിന് വിളിച്ചോണ്ട് പോകുന്ന ഇപ്പോഴല്ലല്ലോ, ഒരുപാട് സമയം കിടക്കുകയല്ലേ. അതാ ഈ നാട്ടാചാരപ്രകാരം ഒന്നുമല്ലല്ലോ ഇവരുടെ കല്യാണം നടന്നത്. അപ്പൊ പിന്നെ നമ്മളതൊന്നും നോക്കേണ്ട കാര്യമില്ല. അതാണ് മായയുടെ അഭിപ്രായം അല്ലേടോ? അല്ല, അത് വളരെ നല്ല അഭിപ്രായമല്ലേ. പെറ്റമ്മയുടെ നോവ് അവർക്കല്ലേ അറിയൂ. അതെ, മറ്റാരെത്ര നോക്കിയാലും അമ്മയോളം വരില്ലെന്ന് എല്ലാ അമ്മമാർക്കും ഒരു അഭിപ്രായമുണ്ട്. അല്ല, അതിന്റെ മുത്തശ്ശി അഭിപ്രായം ഒന്നും പറഞ്ഞില്ല ഈ കാര്യത്തിൽ. ഇപ്പൊ ഞാനെന്ത് പറയാനാ? തീരുമാനിക്കേണ്ടത് നിങ്ങളൊക്കെ അല്ലേ, പ്രത്യേകിച്ച് ആദ്യം പൂജ. അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ, എതിർക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അവർക്കിപ്പോ അതില് എതിരഭിപ്രായം ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പോകുന്നത് സ്വന്തം വീട്ടിലേക്കല്ലേ. അല്ല, ഞങ്ങൾക്കിപ്പം വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീട് വിട്ട് പോരാൻ അവക്ക് സങ്കടം ഉണ്ടാവുന്നേ. നിങ്ങളൊക്കെ അതുപോലല്ലേ ഇത്രയും ദിവസം അവളെ സ്നേഹിച്ചേ. പുറപ്പെടുമ്പോഴേ ഞാൻ മായോട് പറഞ്ഞത് അതെ, ഇങ്ങനെയുള്ള സീനുകളൊക്കെ ഇവിടെ ഉണ്ടാവുന്നു. അപ്പൊ ദേ ഇവള് പറഞ്ഞു, ദേ മുത്തശ്ശി ഇവിടെ ഉണ്ടല്ലോ, എല്ലാം മുത്തശ്ശി ഹാൻഡിൽ ചെയ്തോളുന്നു. മോനോട് നിൽക്കി, അവര് സംസാരിക്കട്ടെ. എന്റെ സന്തോഷത്തിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ ആരെ ഇവിടെ പിടിച്ചു നിർത്തില്ല. ജീവിക്കേണ്ടത് നിങ്ങളാ. അതെങ്ങനെ വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നിങ്ങളെ ഒന്നിപ്പിക്കാനും ഒരുമിച്ച് ജീവിക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഞാൻ ഒരുക്കി തന്നിട്ടുണ്ട്. ഇനി മുത്തശ്ശിക്ക് നിങ്ങളുടെ കഥയിൽ സ്ഥാനമില്ല. ജീവിച്ച് കാണിക്കേണ്ടത് നിങ്ങളാ. ജീവിക്കാൻ കൊതിച്ച് ജീവിതം എന്തെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പേ നാട് വിട്ടവരാ നിങ്ങൾ. അപ്പോ നിങ്ങൾ തോറ്റുപോയി എന്ന് പറയുന്നതാവും എല്ലാവർക്കും എളുപ്പം. അതങ്ങനെയല്ല. ഞങ്ങൾ ജയിച്ചുവെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ കൂടെ നിന്ന് ഏത് വിട്ടുവീഴ്ച ചെയ്യാനും മുത്തശ്ശി ഒരുക്കവാ. പറ, നിനക്ക് നിന്റെ വീട്ടിൽ പോണോ? ഇവിടെ നിനക്ക് കിട്ടാത്ത സ്നേഹവും പരിചരണവും അവിടെ നിനക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ പോയിക്കോ. എനിക്ക് ഒരു മനസ്താപവും ഇല്ല. നീ എവിടെ കഴിഞ്ഞാലും എന്റെ ആദിക്കുട്ടന്റെ കുഞ്ഞിനെ ആരോഗ്യത്തോടെ പ്രസവിക്കണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അതിന് സാഹചര്യം ഉള്ളത് ചെമ്പകശ്ശേരിയിലാണെങ്കിൽ അങ്ങനെ, അതല്ല നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ അങ്ങനെ. ഇവിടുന്ന് അങ്ങോട്ട് വലിയ ദൂരമൊന്നുമില്ലല്ലോ. നേരം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളെല്ലാം അങ്ങോട്ട് ഓടിയെത്തും. ഇല്ലെങ്കിൽ അവിടെ 2-3 കാറുകൾ കിടക്കുകയല്ലേ. മോളെ അച്ഛനോടോ അമ്മയോടോ പറയണ ഇടയ്ക്കിങ് കൊണ്ടുവന്നാക്കാൻ. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. എനിക്കിവിടെ ജീവിച്ചാൽ മതി. സന്തോഷം, മുത്തശ്ശിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ മോളുടെ അച്ഛനോടും അമ്മയോടും നമ്മൾ എന്ത് പറയും? എനിക്ക് ആദ്യം പിരിയാൻ പറ്റില്ല എന്ന് പറയണം. എനിക്കറിയായിരുന്നു എന്റെ കുട്ടി ഇത് തന്നെ പറയുമെന്ന്. നീ ഞങ്ങളെ വിട്ട് എങ്ങും പോവില്ലെന്ന്. മുത്തശ്ശി
മോള് വിഷമിക്കേണ്ട, ഞാൻ അവരോട് സംസാരിക്കാം, പറഞ്ഞ് സമ്മതിപ്പിക്കാം. മോൾക്കൊപ്പം മുത്തശ്ശിയില്ലേ? മോള് വാ. എന്താണ് മുത്തശ്ശി മോൾ കൂടെ തീരുമാനമൊക്കെ എടുത്തോ? അല്ല, നമുക്ക് പുറപ്പെടല്ലേ? നിങ്ങൾ രണ്ടുപേരും ക്ഷമിക്കണം, പൂജമോള് വരുന്നില്ലെന്നാ പറയുന്നത്. അല്ല, അതെന്താ? ഇവൾക്ക് ആദ്യം പിരിയാൻ പറ്റില്ലെന്ന്. അല്ല, മോക്ക് ആദ്യയോടുള്ള ഇന്റിമസി അച്ഛനും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്ക് അതിൽ നല്ല സന്തോഷമുണ്ട്. പക്ഷെ അച്ഛനും അമ്മയും എന്നുള്ള നിലയിൽ മകളിൽ നിന്ന് ഞങ്ങളും ചിലതൊക്കെ പ്രതീക്ഷിക്കില്ലേ? പ്രത്യേകിച്ചും നീ ഞങ്ങൾക്കൊരൊറ്റ മകളാകുമ്പോ. അല്ല, നിന്നെ കുറ്റപ്പെടുത്തിയതല്ല, നിന്റെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. നിനക്ക് ഞങ്ങളെ ഇഷ്ടമാണ്, ആദ്യം ഇഷ്ടമാണ്. ആരെ ഒഴിവാക്കി ഒരു നിമിഷം പോലും നിനക്ക് ജീവിക്കാനോ ആവില്ല. അച്ഛൻ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആദ്യം കൂടെ നമ്മുടെ പോക്ക് പോരട്ടെന്നേ. അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം. തൽക്കാലം ഞങ്ങൾ അങ്ങോട്ടേക്കില്ല. ആദ്യം അവിടെ കൊണ്ടുപോയി നിർത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവനെ കൊണ്ടുപോകാതിരുന്നാ പോരെ, പൂജയ്ക്ക് പോവാലോ. പോകുന്നില്ലെന്നല്ലേ ഇവള് പറഞ്ഞത്. ഈ അവസ്ഥയിൽ ഇവളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങള് നമ്മൾ തീരുമാനിക്കുന്നത് ശരിയാണോ? അല്ല, മായ എന്താ ഒന്നും പറയാത്തെ? അല്ല, അമ്മ പറഞ്ഞതാ ശരി. ഇവിടെ ഇപ്പോ നമ്മുടെ ഒന്നും ആഗ്രഹമല്ലല്ലോ വലുത്. ആദിയുടെയും പൂജയുടെയും നന്മയല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പൊ പിന്നെ എല്ലാം അവരുടെ തീരുമാനത്തിന് വിടുന്നതല്ലേ നല്ലത്. പക്ഷേ ഇതുവരെ നമ്മൾ പൂജയുടെ അഭിപ്രായം മാത്രമല്ലേ കേട്ടുള്ളൂ. ആദ്യം ഒന്നും പറഞ്ഞില്ലല്ലോ. അവളുടെ അഭിപ്രായം തന്നെയാണ് എനിക്കും.